അതെ, എൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ ഇടയിലായിട്ട് ഒരു കോള് വന്നു, ഒരു ടീച്ചറുടെ കോള് വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ഏകദേശം ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് നമ്മളുടെ പെന്നാണ്. ഈ പെൻ ഉപയോഗിച്ച് നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യമില്ല എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഈ പെന്നും ഒരു ബുക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഈ സംഭവം എൻ്റെ അടുത്തുണ്ടായിരിക്കാം. ആൾ പറയും ഞാൻ ഫോൺ വെക്കട്ടെ കേട്ടാന്ന് പറയും, കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പോൾ ഞാൻ എന്തേ നിൻ്റെ കയ്യിൽ പെന്നും ബുക്കും ഉണ്ട്, എനിക്ക് പേടിയാന്ന് പറയും. കാര്യം വേറെ ഒന്നല്ല, നമുക്ക് പല കാര്യം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ അത് വെച്ച് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പക്ഷേ പല കാൽക്കുലേഷൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്ക് അസാധ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ എനിക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, എൻ്റെ പാർട്ട്ണർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളായിട്ട്, പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അതെൻ്റെ കോൺഫിഡൻസ്, അഹങ്കാരമല്ല കേട്ടോ, കോൺഫിഡൻസ്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ കുട്ടി തന്നെയല്ല, ഇനി ചെയ്യുന്ന ആരായാലും എൻ്റെ ഹസ്ബൻഡ് മദ്യപാനിയാണെന്നുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഇതങ്ങോട്ട് കളഞ്ഞിട്ട് പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് സൽസ്വഭാവിയായതിന് ദൈവത്തിനോട് നന്ദി പറയാം, അൽഹംദുലില്ലാ പറഞ്ഞിട്ട് എഴുതാം. ഒരേ ലെവലിൽ അങ്ങോട്ട് എഴുതി പോയിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫുൾ ടൈം എന്ന് പറഞ്ഞോണം ആ ഒരു അഫർമേഷൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ രാവിലെ നമ്മൾ എഴുതുന്നുണ്ടല്ലോ, ആ ദിവസത്തിലുടനീളം ആ ഒരു നല്ല കാര്യം, ആ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറയാം, നന്നായി എന്നുള്ള എൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, എന്തായാലും സംഭവിച്ചു കഴിഞ്ഞ്, പിന്നെ അതിനെ പറഞ്ഞിങ്ങനെ ഇരട്ടി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇനി അതിലേക്ക് തന്നെ വീഴുമോ എന്നുള്ളതും അങ്ങനത്തെ ഒരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അതിലേക്ക് വരുന്നുള്ളൂ തീർച്ചയായും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ എൻ്റെ മോളിരിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നന്നാവാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുക. പിന്നെ ഒരാളുടെ അടുത്തും നമ്മളുടെ ഇനി ആളുടെ വീട്ടുകാരോടായാലും ആ ഒരു കുറ്റമോ കുറവോ ഒന്നും തന്നെ ആളെ കേൾക്കുകയും പറയണ്ട, കേൾക്കാതെയും പറയാം. പിന്നെ അത്രയും നമുക്ക് ആ മാനസികാവസ്ഥ, ആ സ്ട്രെസ്സ് നമുക്ക് ഒട്ടും തന്നെ കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ മോൾക്ക് പറ്റാവുന്ന വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു മാർഗനിർദ്ദേശം ചോദിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ കുറ്റവും കുറവും ഇനി മേലാൽ, മോൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ എങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇവർക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആയിരിക്കണം. പലരും പറയും, മുമ്പൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഉമ്മയുടെ ഉമ്മ പറയും, എൻ്റെ മകളാണ് ജീവിതത്തിലേക്ക് കടന്നപ്പോൾ, അതായത് ഞങ്ങളുടെ വാപ്പാക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പിന്നെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ നോക്കി, ഭാര്യയെ നോക്കിയത് അത് വാപ്പാടെ ക്വാളിറ്റി അല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഞാനങ്ങനെ വിചാരിക്കുമായിരുന്നു. പതിയെ നമുക്ക് മനസ്സിലായി. ഇപ്പം ചിലർ പറയില്ല, എൻ്റെ ഭാര്യ എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഭാര്യയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് തോന്നും തട്ടി വിടണം. സത്യമാണത്. ഒരു ആളുടെ പരാജയത്തിനും വിജയത്തിൻ്റെ പിന്നിൽ ഭാര്യ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതൊരു പക്ഷെ അവരുടെ വിശ്വാസമായിരിക്കാം, അവരുടെ പ്രാർത്ഥനയായിരിക്കാം, എന്തും ആയിരിക്കാം, അവരുടെ കാര്യപ്രാപ്തിയായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു തരത്തിൽ ആ ഭാര്യയുടെ ഒരു കയ്യൊപ്പ് ആ ഭർത്താവിൻ്റെ മേലുണ്ട്. അപ്പം അത് ആരും വെറുതെ പറയാം, അത് പതുക്കെ മനസ്സിലായത്. മറ്റേന്ന് വെച്ച് ഭർത്താവിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ആ ഉയർച്ച എന്നുള്ളത്. പതിയെ നമുക്കത് മനസ്സിലാവും, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങളുടെ ആ വാപ്പാട് ഉയർച്ചയ്ക്ക് പിന്നിൽ ഉമ്മ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ആളുടെ ബുദ്ധിപരമായ പല നീക്കങ്ങളും സ്നേഹം കൊണ്ടും വകതിരിവായിട്ടുള്ള പെരുമാറ്റം കൊണ്ടും ആ ബോൾഡായിട്ടുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പം എന്ത് തന്നെയായാലും വാപ്പാടായ ഉയർച്ചയ്ക്ക് പിന്നിൽ ഉമ്മണ്ടെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും ചിലരെന്ത് ചെയ്യും, ഒന്നുമില്ലെങ്കിലും വെറുതെ പറയും, എൻ്റെ
പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ആരുടെ ആയിരിക്കും? വീട്ടുകാരുടെ വളർത്തു ദോഷം പറയും. ആരെ? ഈ ഭാര്യ കുറ്റപ്പെടുത്തണേ, വീട്ടുകാർ വളർത്തിയതിൻ്റെ. ഈ വീട്ടുകാരെ കൂടെ നിന്നേക്കുന്നത് എത്ര വർഷമാണ്? ഈ പാരൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് എത്ര വർഷമാണ്? പക്ഷെ അതിൽ കൂടുതലും അതിലും ഇൻറ്റിമസി ആയിട്ട്, അതായത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ബന്ധം ഒരു ഭാര്യയായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യക്ക് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഭാര്യ കൂടെയുണ്ട്. എന്നിട്ട് ഈ ഭർത്താവിൻ്റെ തെറ്റും കുറ്റവും വരുമ്പോൾ മാത്രം കുടുംബക്കാർ ശീലിപ്പിച്ചതാന്ന് പറയും. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിനും ഭാര്യ സപ്പോർട്ടായിട്ടുണ്ട്, ഭാര്യയ്ക്ക് സപ്പോർട്ടായിട്ട് ഈ ഭർത്താവുണ്ട്. പക്ഷെ ഈ തെറ്റ് വരുമ്പോൾ മാത്രം അങ്ങനെ പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. ആ ഭർത്താവിനെ ആ സ്നേഹം കൊണ്ട് മാറ്റാനായിട്ട് ആ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാത്രം കഴിവ് കുറവാണ്, അവരതിൽ നിന്ന് ഒളിച്ചോടുന്നതാണ്. പകരം ഒന്ന് ഇത്തിരി ശ്രമം എന്ന് പറയുന്നത്, നമുക്ക് ടെൻഷൻ പിടിച്ചതും നമ്മൾ പലതിനും നമ്മൾ എന്താ പറയുക, വിഷമഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോകട്ടാ ഇവരെങ്ങനെ നേർവഴിയിൽ കാക്കാൻ. നേർവഴി എന്ന് വെച്ചാൽ എല്ലാവരും മദ്യപാനികൾ തന്നെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. മദ്യപാനം മാത്രമല്ല, പലതരം പ്രവൃത്തികൾ പല തരത്തിലുണ്ടായിരിക്കാം. ഓരോ ഭർത്താവിനെ സംബന്ധിച്ച് പല തരത്തിലായിരിക്കും പല കുറവുകളും, ഭാര്യക്കാരും ഭർത്താവിനായാലും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് വീണ്ടും കൂടി കാണുമെന്ന് വിചാരിക്കുന്നു. ആ കുട്ടിയെങ്കിലും കാണാതിരിക്കില്ല. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും ഉപകാരപ്പെടുന്നത് വെച്ച് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആ കുട്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക, അദ്ദേഹത്തിൻ്റെ നന്മകൾ മാത്രം വിഷ്വലൈസ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക, പ്രശ്നങ്ങളെ ഒട്ടും ആകർഷിക്കരുത്. എനിക്കിനി നാളെ ഇനി എന്താവോ, ആളിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്താ, പിന്നെ അങ്ങനത്തെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പതുക്കെ മാറി. ഒരാൾ തന്നെ ആയിരിക്കില്ലല്ലോ കൂട്ടുകാരെന്ന് പറയുന്നത്, പല ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറ്റി ആ നല്ല കൂട്ടുകാരായിട്ട് കൂടുതൽ വിടാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്താം. ഓക്കെ, മാറും. മോളൊന്നും അങ്ങനെ ചെയ്ത് നോക്ക്. ഈ അഫർമേഷൻ കറക്റ്റായിട്ട് ചെയ്ത് നോക്ക്. റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഒരു ദിവസം ചെയ്യുക, ഒരാഴ്ച ചെയ്യുക, 2 ആഴ്ച ചെയ്യുക, മാറും ഉറപ്പായിട്ട്. ആ വിശ്വാസത്തിൽ തന്നെ ഇരുന്നോ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഭർത്താവിൻ്റെ വിജയത്തിന് പിന്നിലും പരാജയത്തിന് പിന്നിലും ഭാര്യ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വിജയത്തിന് പിന്നിലുള്ളൊരു ഭാര്യയാവാൻ ശ്രമിക്കുക. ഭർത്താവിനെ ആ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ ഭാര്യയുടെ ഭാഗത്തുണ്ടായിരിക്കാം. ആ മോൾക്കും അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ പേഴ്സണൽ സെക്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.